ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കല്യാണം കഴിക്കണേക്കാളും മുമ്പ് ഈ ടീച്ചർ എന്തിനാ ഡൈവേഴ്സ് ആവണതിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നും. വിവാഹ ജീവിതം ഏതാണ്ട് അതുപോലെ ആണെന്നല്ല, അതിലും മോശമാണ്. നമ്മളൊരു വിവാഹ ബന്ധത്തിലേക്ക് കടക്കുന്നതിനേക്കാളും മുൻപ് ഒരു വിവാഹത്തിന്റെ കരാറിൽ നമ്മൾ ഒപ്പുവെക്കും. പക്ഷെ ഒരിക്കൽ പോലും അതിലെവിടെയും ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് അതിലെവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കല്യാണം കഴിക്കണേക്കാളും മുമ്പ് ഈ ടീച്ചർ എന്തിനാ ഡൈവേഴ്സ് ആവണതിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നും. നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങാം. ഒരു അത്യാവശ്യം ഒരു വിലപിടിപ്പുള്ള ക്വാളിറ്റി ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്കൊരു ഗ്യാരണ്ടി കാർഡ്, വാറണ്ടി കാർഡ് ഒക്കെ ഉണ്ടാവും. അതിൽ എന്താണ് എഴുതിയിട്ടുണ്ടാവുക? ഈ സാധനം കേടായി കഴിഞ്ഞാൽ എന്ത്, പൈസ തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ അതിന്റെ എത്ര പെർസെന്റേജ് നമുക്ക് നഷ്ടപരിഹാരം കിട്ടും എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കാറുണ്ടോ ഈ സാധനം കേടാവുമ്പോഴല്ലേ അപ്പൊ ആലോചിച്ചാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇല്ലല്ലോ. വിവാഹ ജീവിതം ഏതാണ്ട് അതുപോലെ ആണെന്നല്ല, അതിലും മോശമാണ്. കാരണം രണ്ട് വീടുകളിൽ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നു വന്ന രണ്ട് അപരിചിതരായ രണ്ട് വ്യക്തികളാണല്ലോ അവിടെ ഒന്നായി തീരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ എങ്ങാനും ഇതൊരു ഡിവോഴ്സിന്റെ പക്കത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അതുവരെയുള്ള മുഖങ്ങളൊക്കെ മാറിയിട്ട് ആകെ കച്ചറയാവും. പിന്നെ കാശിന് വേണ്ടിയുള്ള അടിപിടി, കടിപിടി, നിങ്ങൾക്ക് ജീവനാംശം വേണം, നഷ്ടപരിഹാരം വേണം, നിങ്ങളുടെ സ്വത്തിന്റെ പകുതി വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മഹാമോശമായിട്ടാണ് പോവുക. പരസ്പരം കണ്ടുകൂടാൻ പറ്റാത്ത രീതിയിൽ ഈ രണ്ട് വ്യക്തികളും അങ്ങോട്ട് കടിപിടി കൂടിയിട്ട് കോടതി വരാന്തേന്ന് രണ്ടായിട്ട് മാറിപ്പോവും. അതിനേക്കാൾ എത്രയോ ഭംഗിയുണ്ടാവും ഈ വിവാഹത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുൻപ് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്ത് എന്ന് ആദ്യമേ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഈസി ആയിട്ട്, അഥവാ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ എഗ്രിമെന്റിൽ ഓൾറെഡി ആ എക്സിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു റൂമിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അകത്തേക്ക് കയറുന്ന പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റണം ഇല്ലേ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു മുറിയുടെ ഉള്ളിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ശ്വാസം മുട്ടലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു എക്സിറ്റ് പോളിസി ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും അഥവാ നിങ്ങൾക്ക് ഈ ബന്ധം തുടരാൻ പറ്റിയില്ലെങ്കിൽ വളരെ സുന്ദരമായിട്ട് ആ എഗ്രിമെന്റ് പ്രകാരം എന്തെല്ലാം നിങ്ങൾക്ക് നൽകാമെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വാങ്ങിയിട്ട് വളരെ ഈസി ആയിട്ട് രണ്ടുപേരും തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ഒരു ടേബിളിന്റെ അപ്പുറത്ത് ഇരുന്ന് ഒരു കോഫി കുടിച്ച് ബൈ പറഞ്ഞ് സന്തോഷമായിട്ട് പിരിയാം. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കണ്ടിട്ട് ഒരു ഹായ് പറയാവുന്ന രീതിയിൽ ആ ബന്ധം മാറുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും.